ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിൽ വിളമ്പുന്ന കൂട്ടുകറിയാണ്. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. കൂട്ടുകറിക്ക് ആവശ്യമായത് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം അരക്കപ്പ് കടല തലേ ദിവസമേ വെള്ളത്തിൽ കുതിരാൻ വെച്ച് അടുത്ത ദിവസം വെള്ളമെല്ലാം മാറ്റി കഴുകി ഒരു കുക്കറിൽ 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുത്ത് വെച്ചതാണ്. ഇനി പച്ചക്കറികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പടവലങ്ങ, ചേന, വാഴയ്ക്ക, മത്തങ്ങ, വെള്ളരിക്ക ഇവയെല്ലാം ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. എല്ലാം ചെറിയ ചതുരത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും കടലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിവിടെ കടല വേവിച്ച വെള്ളം 2.5 കപ്പാണ് ചേർത്തത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം എപ്പോഴും പച്ചക്കറിയേക്കാളും പകുതി എടുത്താൽ മതിയാകും. ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ 1/2 ഭാഗം ചേർക്കാം. ബാക്കി നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും ചേർക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ച് പേസ്റ്റ് പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേവാനായി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ചേന ഒന്ന് ഉടച്ചു നോക്കാം വേവായിട്ടുണ്ടോ എന്ന്. ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വറ്റിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കാം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കുറുകി വന്നോളും. ഇനി നമുക്ക് താളിപ്പിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും 1/2 കപ്പ് മാറ്റി വെച്ചിരുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി മൂത്തു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ താളിച്ചത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ കൂട്ടുകറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.